തിരുവനന്തപുരം വിമാനത്താവളം ലേലത്തിൽ പിടിക്കാൻ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ KSIDC ലേലപ്രക്രിയയ്ക്കായി ചെലവഴിച്ചത് കോടികളാണ്. KPMGയെ 1.5 കോടിയുടെ കൺസൾട്ടൻസിയാക്കിയതും പോരാഞ്ഞ് നിയമവശങ്ങൾ ശരിയാക്കാൻ ഏൽപ്പിച്ച സിറിൽ അമർചന്ദ് മംഗൾദാസ് എന്ന നിയമസ്ഥാപനത്തിന് അദാനി ഗ്രൂപ്പുമായി കുടുംബപരമായ ബന്ധവും ബിസിനസ് ബന്ധവും ഉണ്ടെന്ന് തെളിഞ്ഞു. ഒരു വശത്ത് അദാനിക്കെതിരെ പോരാടുന്നു എന്ന പ്രതിച്ഛായയുണ്ടാക്കുന്ന സർക്കാർ അദാനിക്ക് വേണ്ടി ഒത്തുകളിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം. വസ്തുത എന്താണ് എന്നാണ് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം അതിഥികളായി മുൻ MP-യും CPM നേതാവുമായ A. സമ്പത്ത്, അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ, കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, BJP നേതാവ് അഡ്വക്കേറ്റ് S. സുരേഷ് എന്നിവരാണ്. ആദ്യം A. സമ്പത്തിലേക്ക്. ശ്രീ A. സമ്പത്ത്, KSIDC നിയമവശങ്ങൾ ശരിയാക്കാൻ ചുമതലപ്പെടുത്തിയ സിറിൽ മംഗൾദാസ് എന്ന നിയമസ്ഥാപനത്തിന് അദാനിയുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞത് ഇന്നാണ്. പക്ഷേ അത് സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നുവെന്നും ഈ ലേലപ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് ഇതെന്നുമാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. ശബ്ദം വരുന്നില്ല. സമ്പത്ത് കേൾക്കാമോ? ഇവിടെ ഈ ഇപ്പോൾ ഇടയ്ക്ക് താങ്കളുടെ ശബ്ദം ഇടയ്ക്കൊന്ന് ബ്രേക്കായി പോയി. ഞാൻ അതിൻ്റെ ആദ്യത്തെ പകുതിയെ കേട്ടുള്ളൂ. പോയി വിഷയം ഇത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട മാത്രമല്ല ശ്രീ സമ്പത്ത്, ഒരു കാര്യം, അതായത് KSIDC ഇതിന്റെ നിയമവശം ശരിയാക്കാൻ ഏൽപ്പിച്ച കൺസൾട്ടൻസി നിയമസ്ഥാപനം അത് അദാനിയുമായി ബന്ധമുള്ളതായിരുന്നുവെന്നും ഇന്നാണ് ആ വിവരം പുറത്തു വരുന്നത്. പക്ഷേ സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നുവെന്നും ഈ ലേല പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടി അദാനിയുമായി ഒത്തുകളിക്കുമായിരുന്നു എന്നാണ് BJPയും കോൺഗ്രസും ആരോപിക്കുന്നത്. ഇപ്പോൾ ഞാനെന്തായാലും ഈ തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിന് പൂർണ്ണമായും എതിരാണ്. മുമ്പും എതിരായിരുന്നു, ഇപ്പോഴും എതിരാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പാർലമെൻ്റ് അംഗമായിരുന്നപ്പോഴും ഞങ്ങൾ ഈ സ്വകാര്യവൽക്കരണത്തെ എതിർത്തവരാണ്. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും CPM-ൻ്റെ ഒരു അംഗമെന്നുള്ള നിലയിലും ഞാൻ തുടർന്നും എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ താങ്കൾ ഉന്നയിച്ചതായ ഒരു വിഷയത്തിൽ ഇവിടെ ഉള്ളത് ഇതിൻ്റെ ലീഗൽ കൺസൾട്ടൻസി, ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബിഡിൽ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തെ അങ്ങനെ തങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആ കമ്പനിയുമായി ബന്ധമുണ്ടോ എന്നുള്ളതിൽ താങ്കളൊഴികെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരും അഭിഭാഷകരാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ അഭിഭാഷകരായിട്ടുള്ള ഞങ്ങളെയെല്ലാം സംബന്ധിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകൾ ഞങ്ങളുടേതായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത ചങ്ങാതിമാരുടേതോ മാത്രമൊന്നുമല്ല. അഭിഭാഷകർ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടോ അതല്ല ഒരു ഫേമായാലോ അതല്ല ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ടായിരുന്നാലും ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് അഭിഭാഷകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പങ്കെടുക്കുന്ന ഒരു അഭിഭാഷകനും തൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറമായി തൻ്റെ മുന്നിലെത്തുന്ന കേസ്, അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ തൻ്റെ പാർട്ടിയിൽപ്പെട്ട തൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തോട് ആഭിമുഖ്യമുള്ള എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഇവിടെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഇവിടെ ഈ ഒരു ലീഗൽ കൺസൾട്ടൻസി ഫേമിനെ സംബന്ധിച്ച് ഞാൻ പേരെന്നോടത്ത് പറയുന്നൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും നമ്മളിപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഈ ഒരു ചർച്ചയിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഞാനും അഭിഭാഷകർ ഇതിൽ പങ്കെടുക്കുന്ന ഒരു അഭിഭാഷകർ മറ്റൊരു അഭിഭാഷക ഫേമിനെ കുറിച്ച് അത്തരത്തിൽ ഇകഴ്ത്തിയോ പുകഴ്ത്തിയോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഒരു 100 വർഷത്തോളം പഴക്കമുള്ള അത്തരത്തിലുള്ള പേര് കേട്ടതായ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്നതായിട്ടുള്ള ഒരു ബിഡിൽ പങ്കെടുക്കുന്നത് ആരായിരുന്നാലും അത്തരം കാര്യങ്ങളിൽ നമുക്ക് കൺസൾട്ടൻസി ഫേമിനെ ടെൻഡർ വിളിച്ചൊന്നും നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. അവിടെ വിശ്വാസ്യതയാണ് പ്രശ്നം. ഇവിടെ ഈ പറയുന്ന വിമാനത്താവളത്തിന് ഇപ്പോൾ ഞാൻ അധിക നേരം എടുക്കുകയല്ല, എനിക്ക് അനുവദിക്കുന്ന സമയത്ത് അല്പം പോലും ഞാൻ കൂടുതൽ എടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഈ വിമാനത്താവളം അന്തർദേശീയ വിമാനത്താവളം ആകുന്നതിനെതിരായി വളരെ കടുത്ത ലോബിയിങ്, വളരെ കടുത്ത സമ്മർദ്ദം 1990-കൾക്ക് മുമ്പ് പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നതാണ്. ഈ വിമാനത്താവളം അന്തർദേശീയ വിമാനത്താവളം ആക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് 1980-ലെ കേരളത്തിലെ നന്നായി എനിക്ക് ഓർമ്മ. സമ്പത്ത്, അതിലൊന്നും തർക്കമില്ല. നമ്മുടെ പ്രശ്നം എവിടെയാണ്? താങ്കൾ പറഞ്ഞു ഒരു അഭിഭാഷക സ്ഥാപനം, ഒരു നിയമസ്ഥാപനം, അവർ ഒരു ലേല പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിയമസഹായം നൽകുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നടത്തിയാൽ അവരുടെ ഇൻറ്റഗ്രിറ്റിയെ, അവരുടെ പ്രതിച്ഛായയാണ് ബാധിക്കുക. ശരി, അവരെ സംബന്ധിച്ചത് ശരിയാണ്. പക്ഷേ അദാനിയുമായി ബിസിനസ് ബന്ധവും കുടുംബ ബന്ധവും ഉണ്ട് എന്ന് അറിയപ്പെടുന്ന ഒരു ഇന്ത്യയിലെ പ്രമുഖ നിയമസ്ഥാപനത്തെ സർക്കാർ ചൂസ് ചെയ്യുമ്പോൾ, സർക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളല്ലേ സൂക്ഷ്മത പാലിക്കേണ്ടത്? അത് അവരുടെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി. പക്ഷേ സർക്കാരിൻ്റെ വിശ്വാസത പാലിക്കണമെങ്കിൽ അവരെ തിരഞ്ഞെടുക്കരുതായിരുന്നു. അതാണ് ചോദ്യം. അവരെ തിരഞ്ഞെടുക്കുന്നോ തിരഞ്ഞെടുക്കുന്നില്ലേ എന്നുള്ളതല്ല വിഷയം.
വിഷയം ഇവിടെ ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിമാനത്താവളങ്ങളെ, അന്തർദേശീയ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ളതിനെ സ്വകാര്യവൽക്കരിക്കാനായി ഇന്ത്യ ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ് വിഷയം. ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സമ്പത്ത് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. സമ്പത്ത് അതിലൊന്നും തർക്കമില്ല. CPM അതുപോലെ സർക്കാർ പ്രതിനിധീകരിക്കുന്നവർ ആ വിഷയം ശക്തമായി ഉന്നയിച്ചാണ്. ഇന്നത്തെ പ്രശ്നം അതല്ല. ശ്രീ സമ്പത്ത് ദയവായി കേൾക്കൂ. അധികാരത്തിൽ വന്നിട്ടുള്ളപ്പോൾ ഇപ്പോൾ ലാഭകരമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്നുള്ളതാണ് വിഷയം. ഈ ലേലപ്രക്രിയയിൽ നിയമസഹായത്തിനായി സർക്കാർ സമീപിച്ച സ്ഥാപനത്തിന് ആ ലേലം പിടിച്ച അദാനി ഗ്രൂപ്പുമായി ബിസിനസ് പരവും കുടുംബപരവുമായ ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്തുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തു എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ചങ്ങാതി സുരേഷിൻ്റെ പാർട്ടിയിൽപ്പെട്ട ചില ആളുകളെങ്കിലും സമ്പത്ത് എന്ന അഭിഭാഷകനെ തേടി ചിലപ്പോൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഹരീഷ് വാസുദേവനോട് പല കാരണങ്ങളാലും വിയോജിപ്പുള്ള എൻ്റെ പാർട്ടിയിലോ അല്ലെങ്കിൽ എൻ്റെ ചങ്ങാതി സുരേഷിൻ്റെ പാർട്ടിയിലോ, അതല്ല മീഡിയ വണ്ണിൻ്റേതായിട്ടുള്ള അതിന് രാഷ്ട്രീയമായ പല നിലപാടുകളും താങ്കളുടേതായ ചാനലിനും ഉണ്ടാവും, അത്തരം കാര്യങ്ങൾ എടുത്തിട്ടുമുണ്ട് എന്നുള്ളത്, എന്തുകൊണ്ട് അവരും അത്തരത്തിൽ അങ്ങനെ ചെല്ലുന്നു എന്നുള്ളതാണ്. അത് അഭിഭാഷകരെ സംബന്ധിച്ച് ഇപ്പോൾ മാത്യു കൂടെ ഉണ്ടല്ലോ, മാത്യു കുഴൽനാടനായിരുന്നാലും പറയട്ടെ ഇത്തരം കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഇവിടെ അദാനി ഗ്രൂപ്പുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ ഏത് വിധത്തിലുള്ള ബന്ധമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള ബന്ധമുള്ളത് കൊണ്ട് അവരെങ്ങനെയാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പറയണം. അതല്ലാതെയാണ് എങ്കിൽ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അമ്മായിയപ്പൻ്റെ, കുഞ്ഞമ്മയുടെ, ചിറ്റപ്പൻ്റെ മകളുടെ, നാത്തൂൻ്റെ കെട്ടിയവൻ ഒരിടത്തുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നുള്ളതാണ് എങ്കിൽ പിന്നെ നമുക്കാർക്കും ഒരുമിച്ച് ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ല. നമ്മൾ പരസ്പരം ഇത്തരം കാര്യങ്ങളിൽ ഒരു ലീഗൽ ഫേം ആണ്. നിങ്ങൾ എല്ലാവരും അഭിഭാഷകരാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും അഭിഭാഷകരാണ്. അഭിഭാഷകരുടെ ഒരു ഇന്റഗ്രിറ്റി, പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അദാനിയുമായി ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് കരുതി അത്തരം ഒരു സ്ഥാപനം കേരള സർക്കാരിൻ്റെ ഈ ബിഡിംഗ് പ്രോസസ്സിന് നിയമസഹായം നൽകുമ്പോൾ അവരത് ചതിച്ചാൽ അവരുടെ വിശ്വാസ്യതയാണ് തകരുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും അത് ചെയ്യില്ല എന്നാണ് എ സമ്പത്തിന്റെ വാദം. നിയമസഹായമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ സ്പെസിഫിക്കായി എടുത്ത് പറയുകയാണ്. ശരി, അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പ്രധാനപ്പെട്ട അസുഖത്തിന് എന്തെങ്കിലും കാരണവശാൽ ചികിത്സയ്ക്ക് പോയില്ല എന്ന് പറയാൻ പറ്റുമോ? പോവില്ല എന്ന് പറയാൻ പറ്റുമോ? ശരി, ഇവിടെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഒരു കോർപ്പറേറ്റ് വരുന്നത്, അവിടെ ആ ഇന്റഗ്രിറ്റിയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ പറയണം. ഇവിടെ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള മനസ്സിലായി, താങ്കളുടെ നിലപാട് കൃത്യമായി മനസ്സിലായി. ഞാൻ മാത്യുവിനോടാണ് ചോദിച്ചത്. മാത്യു പറയും. കൂടിയിരുന്നെടുത്തതായ ഒരു തീരുമാനം, അത്തരത്തിലെടുത്തൊരു തീരുമാനം, ആ തീരുമാനത്തിൽ ഒരു പിഴവുമില്ല. അല്ല, ബഹുമാനായ സമ്പത്ത് ഈ കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാക്കാത്തോ അല്ലാത്ത അഭിഭാഷകൻ കൂടി ആയിരുന്നുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് നന്നായി അറിയാവുന്ന ലോ ഫോമാണ് സിറിൽ അമർചന്ദ് മംഗൽദാസ് എന്ന് പറയുന്ന സാദിൽ ഷറഫും ഉണ്ടായിരുന്ന സിറിൽ ഷറഫും ഉണ്ടായിരുന്ന രണ്ട് ഫേമായി തിരിഞ്ഞ ഈ ഇന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ലോ ഫോം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് നിരവധി കക്ഷികൾ വരുന്നു. ഞാൻ എൻ്റെ അഭിഭാഷക ജീവിതത്തിൽ ചില കക്ഷികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആ വക്കാലത്ത് മടക്കിയിട്ടുണ്ട്. കാരണം ദർ ഇസ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ മറ്റ് സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരായിരുന്നു. അത് പറയുക എന്നുള്ളത് ഒരു അഭിഭാഷകൻ്റെ കടമയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ എന്തുകൊണ്ടാണ് ഞങ്ങളിതൊരു രാഷ്ട്രീയ ആരോപണമായി മാറിയത്? CPM പറയുന്നു, ഇടതുപക്ഷ സർക്കാർ പറയുന്നു ഞങ്ങൾ അദാനിയെ ഏത് വില കൊടുത്തും എതിർക്കുമെന്ന്. സ്വാഭാവികമായിട്ടും ഈ എയർപോർട്ടിൻ്റെ ടെൻഡർ പ്രോസസ്സിൽ അദാനി പങ്കെടുക്കുന്നുവെന്ന് അല്ലെങ്കിൽ അദാനി അടക്കമുള്ളവർ ഭാഗവാക്കാവുന്നുവെന്ന് നമുക്ക് നേരത്തെ അറിവുള്ളതാണ്. അതിനെ എതിർത്തിരുന്ന CPM അല്ലെങ്കിൽ അതിനെ എതിർത്തിരുന്ന ഈ സർക്കാർ ആ ടെൻഡർ പ്രോസസ്സിന് പോകുമ്പോൾ നമ്മൾ ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ലീഗൽ അസിസ്റ്റൻസിന് വേണ്ടി പോകുന്നത് അദാനി തന്നെ ക്ലയൻറ്റ് ലിസ്റ്റിലുള്ള ഒരു ലോ ഫോമാണ് എന്നത് അത്ര ലാഘവത്തോടുകൂടി പറയരുത്. അത്രയും ഒരു മിനിമം ഡെലിജൻസ് എങ്കിലും സംസ്ഥാന സർക്കാർ കാണിച്ചിരുന്നുവെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം പ്രമുഖമായ സ്ഥാപനമാണ്, അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ ഇത്രയും കോമ്പിറ്റൻസിയുള്ള ഒപ്പീനിയൻ തരാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് മറ്റൊരു ഫേം ഇല്ല എന്ന് സമ്പത്തിന് പറയാൻ കഴിയുമോ? നോ, യു കാൺട്ട്.
ഞാനൊരു 10, 25, 100, ഒരുപക്ഷെ 100 എന്ന് പറയുന്നത് കുറച്ചൊരു അധികപ്പെട്ടാണെങ്കിലും 25 ഫേമിന് ഞാൻ ഇരുന്ന ഇരിപ്പിൽ പറയാം, അതേ കോമ്പിറ്റൻസിയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കോമ്പിറ്റൻസിയുള്ള ഏവിയേഷൻ സെക്ടറിൽ ഇതിനേക്കാളും പേരുള്ള നിരവധിയായ ഫേംസ് ഉണ്ട് എന്നിരിക്കെ വാട്ട് വാസ് ദ കമ്പൽഷൻ? എന്തായിരുന്നു നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന നിർബന്ധം? നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ലോ ഫേമിന് നോക്കുമ്പോൾ അവരുടെ ക്ലയൻറ്റ് ലിസ്റ്റ് നോക്കും. ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ ചോദിച്ചില്ലെങ്കിലും അഭിഭാഷകൻ എന്ന നിലയിൽ നമ്മൾ പറയേണ്ടതാണ്, ഞങ്ങൾ മറു സൈഡിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ശരിക്കും ലോ ഫേംസിൻ്റെ ഇടയ്ക്ക് ദ കോൺസെപ്റ്റ് ഓഫ് ചൈന വാൾ ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകാം, അത് പരിഹരിച്ച് ഈ വക്കാലത്ത് ഒഴിവാകുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രപ്പോസലിൽ നിന്ന് ഒഴിവാകേണ്ട ബാധ്യത ആ സ്ഥാപനത്തിൻ്റെതായിരുന്നു. ശരി, സംസ്ഥാന സർക്കാർ അവരെ സമീപിക്കാനും പാടില്ലായിരുന്നു. ഇനി അങ്ങനെ എടുത്തു എന്ന് തന്നെ കരുതുക. ഈ ബിഡിംഗ് പ്രോസസ്സിൽ എങ്ങനെയാകും അവർ മാൽ പ്രാക്ടീസസ് നടത്തിയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ അവരുടെ ഏത് സ്വാധീനം മൂലമാകും ആ ലേലത്തിൽ KSIDC തോറ്റിട്ടുണ്ടാവുക? വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻഡറിങ് പ്രോസസ്സാണ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ നടത്തിപ്പിൻ്റെ ബിഡിംഗ് എന്നൊക്കെ പറയുന്നത്. അതിന് നിരവധിയായ ഇൻപുട്സ് ഒന്നിച്ചു വന്ന് അത് കോറിലേറ്റ് ചെയ്ത് അത് അസസ് ചെയ്ത് വേണം ചെയ്യാൻ. സോ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു, 100% ആധികാരികമായി ഞാൻ പറയുന്നു, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അപ്രൈസലിനെ സംബന്ധിച്ച് ഉള്ള ഇൻപുട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരം ആ ലോ ഫേമിന് 100% ലഭിക്കും. തന്നെയല്ല, ഒരു ഞങ്ങളൊക്കെ അഭിഭാഷകരായി വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്കറിയാം, അതിനകത്തെ രഹസ്യ സ്വഭാവമുള്ള എല്ലാ കാര്യങ്ങളിലും സാധാരണഗതിയിൽ അഭിഭാഷകർക്ക് ആക്സസ് ഉണ്ടാകും, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന ലീഗൽ ടീമിന് ആക്സസ് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്ത് നമുക്കെതിരെ ടെൻഡറിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന അവരെ ഇതിനു മുമ്പ് അഡ്വൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരെ ക്ലൈൻ്റായിട്ട് വെച്ചിട്ടുള്ള ഒരു ലോ ഫേം എന്നതിലുപരി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ മരുമകൾ അവിടെ, അതായത് മാത്യു പറഞ്ഞു വരുന്നത്, ഈ ബിഡിംഗ് തുക, സംസ്ഥാന സർക്കാർ ബിഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക സംബന്ധിച്ച സൂചന ഈ ലീഗൽ ഫേമിന് അറിവ് ലഭിക്കും എന്ന് തന്നെയാണ്. അല്ല, ഞാനിപ്പോൾ ഐ വാസ് നോട്ട് പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ, സോ ഐ കുഡൻ, എനിക്ക് അങ്ങനെ തീർത്ത് ഞാനിപ്പോൾ എനിക്ക് നേരിട്ട് അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ആളല്ല. പക്ഷേ നോർമലി നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ, നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ, ഞങ്ങളൊക്കെ ലോ ഫേമിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഐ വാസ് പാർട്ട് ഓഫ് ലോട്ട് മെനി ഡിസ്കഷൻസ്, നെഗോസിയേഷൻസിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഇൻപുട്ട് പോലും നമുക്കറിയായിരിക്കും. ഈവൻ അവരുടെ കമ്പനിയിൽ അവർ ഷെയർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അഭിഭാഷകർ എന്ന നിലയിൽ ബിഡിംഗ് തുക അറിയാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നാണ് മാത്യു പറയുന്നത്. മാത്യു, ഞാൻ മടങ്ങി വരാം. താങ്കളിലേക്ക് ശ്രീ ഹരീഷ് വാസുദേവൻ, എൻ്റെ മറ്റൊരു ചോദ്യം ഇതാണ്. ഹരീഷ്, 100%. യെസ്, ഹരീഷ്, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഒരു KSIDC പോലൊരു സ്ഥാപനം, ആ സ്ഥാപനം ഒരു എയർപോർട്ടിൻ്റെ ലേലം പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 2 കൺസൾട്ടൻസികൾക്കാണ് കൺസൾട്ടൻസി കൊടുത്തുള്ളൂ. ഒന്ന് KPMGക്ക് ഏതാണ്ട് ഒരു 1.5 കോടി, ഈ നിയമസ്ഥാപനത്തിന് 55 ലക്ഷം. ഈ നിയമസ്ഥാപനം എന്ത് ജോലിയായിരിക്കും ചെയ്യുക? അവരുടെ റോൾ എന്താണ് ഈ ബിഡിംഗ് പ്രോസസ്സിൽ? മാത്രമല്ല, ഇത്തരം രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ അവരറിയും എന്നറിഞ്ഞുകൊണ്ട് സർക്കാർ ഇങ്ങനെ ചെയ്തത് ശരിയാണോ? ഒന്ന്, നമ്മളൊരു അഭിഭാഷകനെ തിരഞ്ഞെടുക്കുമ്പോൾ പല ക്രൈറ്റീരിയകൾ നമുക്ക് ഒരു പ്രൈവറ്റ് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. നമ്മൾ ചിലപ്പോൾ നേരിട്ട് പരിചയമുള്ള ആളാകാം, നമുക്ക് വ്യക്തിബന്ധമുള്ള ആളാകാം, ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഇന്ന പോലെ നേരത്തെ പല കേസുകളും ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത്തരം കേസുകൾ വാദിക്കുന്ന ഒരാൾക്ക്, അങ്ങനെ പല ക്രൈറ്റീരിയ ആകാം. സർക്കാർ എങ്ങനെയാണ് ഒരു അഭിഭാഷകനെ അല്ലെങ്കിൽ ഒരു അഭിഭാഷക ഫേമിനെ സെലക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഒരു റീസണബിൾ ആയിട്ടുള്ള, വസ്തുതാപരമായി ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രക്രിയയിലൂടെ ആയിരിക്കണം. ഇവിടെ ഇന്ത്യയിൽ ഈ മേഖലയിൽ ശ്രീ മാത്യു പറഞ്ഞതുപോലെ 25 50 ഫേമുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സിറിൽ മംഗൾദാസിനോടൊപ്പം നിൽക്കുന്ന 10-20 ഫേമുകളെങ്കിലും നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ തന്നെ കിട്ടും. അത്രയേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദാനിയുമായിട്ടുള്ള ഇവരുടെ ബന്ധം ഒരു രഹസ്യമൊന്നുമല്ല. ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ അദാനി എന്ന് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഈ ഫേമിൻ്റെ പേരടിച്ചു കൊടുത്താൽ, ഇവർ രണ്ടുപേരുടെയും വിവാഹം ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആ ഫേമിലെ, ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടു, 100 ഡയറക്ടർമാരുള്ള ഒരു ലീഗൽ ഫേമാണ്. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ ഏതെങ്കിലും ഒരു ബന്ധു, അങ്ങനെയല്ല. 100 ഡയറക്ടർമാരുണ്ടെങ്കിൽ പോലും അതിൽ ജോലി ചെയ്യുന്ന സകല മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഇവരുടെ വളരെ അടുത്ത ബന്ധം. എന്താണ്? ഈ അദാനിയുടെ മകനാണ് ഈ ലീഗൽ ഫേമിൻ്റെ ഒരു ഡയറക്ടറുടെ ഭർത്താവ്. അത്ര അടുത്ത ബന്ധമാണ്, അല്ലാതെ അകന്ന ബന്ധമല്ല.
അപ്പോൾ എന്തുകൊണ്ട് ഇവരെ സെലക്ട് ചെയ്തു എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇതുവരെ ഗവൺമെൻറ്റിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, എന്തൊക്കെ ഡാറ്റയിലാണ് ഇവർക്ക് ആക്സസ് ഉണ്ടാവുക? ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള, എളുപ്പം മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രക്രിയയാണ് ഒരു എയർപോർട്ടിൻ്റെ ടെൻഡർ നടപടികൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടാവാം. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളിൽ ഏതറ്റം വരെ സംസ്ഥാന സർക്കാരിൻ്റെ ക്ലെയിം നിലനിർത്താം. രണ്ട്, സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങൾ നാളെ കേസിന് പോകാൻ, ഇത് തോറ്റാൽ സ്വാഭാവികമായിട്ടും കേസിന് പോകുമ്പോൾ ബാധിക്കാത്ത തരത്തിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം. ഈ ടെൻഡർ നടപടികൾക്കകത്ത് സംസ്ഥാന സർക്കാരിന് എല്ലാ രേഖകളും വായിച്ചു നോക്കി വേണം ഒരു കമ്പനിയെ ഒപ്പിടാൻ. സ്വാഭാവികമായിട്ടും 10, 60, 70 പേജുള്ള ഡോക്യുമെൻ്റ് അല്ല, 100 കണക്കിന് പേജുള്ള ഡോക്യുമെൻ്റാണ്. അത് സൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള കോൺസിക്വൻസസ് എന്താണ്, അതിൻ്റെ ബാധ്യതകൾ എന്താണ്, അതിൻ്റെ ലാഭം കിട്ടിയാൽ എങ്ങനെയാണ്, ഇത്തരം എല്ലാ വിശദാംശങ്ങളും ക്ലയൻറ്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലീഗൽ ഫേമിൻ്റെ ഉത്തരവാദിത്വം. മറ്റേതെങ്കിലും ഒരു ലീഗൽ ഫേം കേരളത്തിൽ ഇത് ചെയ്താൽ ഇത്രയും പണം ഉണ്ടാകുമോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, 5 ലക്ഷം രൂപയ്ക്ക് ഇതേ പണി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷേ ഈ ക്വാളിറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ KPMG ആണോ ഇവരെ സജസ്റ്റ് ചെയ്തത്, അല്ല സംസ്ഥാന സർക്കാർ നേരിട്ട് ഇവർ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നോ? KSIDCയുടെ പാനൽ പട്ടികയിൽ ഉള്ള അഭിഭാഷകരെ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ചോദിച്ചില്ല? അതോ അഡ്വക്കേറ്റ് ജനറൽ ആണോ ഈ ഫേം മതി എന്ന് തീരുമാനിച്ചത്? ഇതെല്ലാം മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നേരത്തെ ശ്രീ സമ്പത്ത് ഇവിടെ പറഞ്ഞു നമ്മൾ സാധാരണഗതിയിൽ എതിർ പാർട്ടിക്കാരുടെ കേസുകളും കേൾക്കാറുണ്ടെന്ന്. അവിടെ ശ്രീ മാത്യു പറഞ്ഞതാണ് എൻ്റെ മറുപടി. നമ്മൾ കൃത്യമായിട്ട് കോഡ് ഓഫ് എത്തിക്സ് അനുസരിച്ച് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്തൊരു മറ്റൊരു ക്ലയൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കേസ് കേൾക്കാൻ പാടില്ല എന്ന് ഏതൊരു ലീഗൽ ഫേമും പറയേണ്ടതാണ്. അത് പറയാത്ത അവരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്. അത് പ്രാഥമികമായി പരിശോധിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ്. പലപ്പോഴും സംഭവിക്കുന്നത് കേസ് തോറ്റു കഴിയുമ്പോഴാണ് ഈ ഇന്ന വക്കീലിനെ ഏൽപ്പിച്ചതുകൊണ്ടാണ് കേസ് തോറ്റത് എന്ന ആക്ഷേപം ഉണ്ടാവുന്നത്. അത് പരിശോധിക്കേണ്ട ബാധ്യത ക്ലയന്റിന് തന്നെയാണ്. അഡ്വക്കേറ്റ് സുരേഷ്, ഇവിടെ മറ്റൊരു ചോദ്യം, ഈ ബിഡിംഗ് പ്രോസസ്സ് പരിശോധിച്ചാൽ ഈ നിലവിൽ അദാനിക്ക് ലഭിച്ചിട്ടുള്ള 6 വിമാനത്താവളങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബിഡിംഗ് പ്രോസസ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ സെക്കൻഡ് ബിഡർ ആയിട്ട് വന്നിട്ടുള്ളവർ കോട്ട് ചെയ്തിട്ടുള്ള തുകയും അദാനി കോട്ട് ചെയ്തിട്ടുള്ള തുകയും തമ്മിൽ താരതമ്യം ചെയ്യണമല്ലോ. ആ താരതമ്യം ചെയ്യുമ്പോൾ ഈ വിമാനത്താവളങ്ങളെല്ലാം തങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ബിഡിങ്ങാണ് അദാനി ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മംഗലാപുരം വിമാനത്താവളം, അവിടെ സിയാല ആയിരുന്നു സെക്കൻഡ് ബിഡർ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നു സെക്കൻഡ് ബിഡർ. എന്തുകൊണ്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരത്തിന് വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം. അവിടെ 115 രൂപയാണ് അദാനി കോട്ട് ചെയ്തതെങ്കിൽ വെറും 45 രൂപയാണ് സിയാൽ കോട്ട് ചെയ്തത്. എന്ന് മാത്രമല്ല, ഈ 6 വിമാനത്താവളങ്ങൾ നോക്കുമ്പോൾ വലിയ മാർജിനിലാണ് ഈ ബിഡിംഗ് പ്രോസസ്സ് പോയിട്ടുള്ളത്. 177, 174, 171, 168 ഇങ്ങനെയൊക്കെയാണ് ബിഡിംഗ് പോയിട്ടുള്ളത്. അതായത് ഈ വിമാനത്താവളം തങ്ങൾക്ക് ലഭിച്ചേ പറ്റൂ എന്ന രീതിയിലുള്ള ഒരു വാശി അദാനിക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വാശിയുള്ള ഒരു ബിഡറുടെ അടുത്ത് സംസ്ഥാന സർക്കാർ ബിഡിങ്ങിന് പോകുമ്പോൾ എങ്ങനെയാണ് ഈ തുക അറിഞ്ഞ്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇത്രയേ കോട്ട് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ കൂട്ടിക്കൊടുത്തോളൂ എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നാണ് ഈ 6 വിമാനത്താവളങ്ങളിലെയും അദാനി ബിഡ് ചെയ്ത തുക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പിന്നെ പിണറായി വിജയൻ കുമ്പിടിയാണ് എന്നൊക്കെ കെ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ആരോപിക്കുന്നത്? ഇതിലെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ ഒരു വക്കീലിൻ്റെ പ്രൊഫഷണലി പിന്തുടരേണ്ട എത്തിക്സിനെ സംബന്ധിച്ച് മറ്റു 3 അഭിഭാഷകരും പറഞ്ഞ സാഹചര്യത്തിൽ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇവിടെ ഒരു സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി ഒരു ലീഗൽ ഫേമിൻ്റെ ക്രെഡിബിലിറ്റിയേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്ന മലയാളിയുടെ ഭാഗത്താണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ശ്രീ എ സമ്പത്ത് XMB അദ്ദേഹത്തിന് ഒരു ലീഗൽ ഫേമിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് വാചാലനാവുകയും ഈ 3.25 കോടി മലയാളിയുടെ ഭരണകൂടത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇങ്ങനെ ആർക്കും എങ്ങനെയും ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ വഴിവാണിഭത്തിന് വച്ചയ്ക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഒരേ സമയത്ത് സ്വന്തം സഖാക്കന്മാരെ മുതലാളികൾക്കെതിരെയും ആഗോളവൽക്കരണത്തിനെതിരെയും ഒക്കെ പറഞ്ഞ് വഞ്ചിക്കുകയും ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യുകയും അതേ സമയത്ത് AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരെ കേന്ദ്രീകരിച്ച് ഈ ഘടകങ്ങളുമായിട്ട് ധാരണയുണ്ടാക്കി കിട്ടാവുന്നതൊക്കെ കിട്ടുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കപട നാടകം, ഒരു കപട പണി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നുണ്ട്. ഇവിടെ അങ്ങ് അജിംസ് വളരെ വ്യക്തമായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇവിടെ യഥാർത്ഥത്തിൽ 19.64% കുറഞ്ഞാണ് തിരുവനന്തപുരത്തിൻ്റെ ബിഡിൽ KSIDC പങ്കെടുത്തിരിക്കുന്നത്.
അതേ സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ ശ്രീ സമ്പത്ത് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി തിരുവനന്തപുരത്ത് ബിഡെടുത്തത്. കാരണം അദാനി കൊണ്ടുപോയി തിരുവനന്തപുരത്തെ നശിപ്പിക്കരുത്, ഞങ്ങൾ ഈ തിരുവനന്തപുരത്തെ ശരിയാക്കാൻ വേണ്ടിയാണെന്നാണല്ലോ. പിന്നെ എന്തിനാ മംഗലാപുരത്ത്, കർണാടകയിലെ മംഗലാപുരം എയർപോർട്ട് ഈ കേരളവും സിയാലുമൊക്കെയായിട്ട് എന്താ ബന്ധം? നിങ്ങൾക്ക് എയർപോർട്ട് കച്ചവടവും എയർപോർട്ട് കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്തിൻ്റെയൊക്കെ രുചി മനസ്സിലാക്കിയത് കൊണ്ടാണോ നിങ്ങൾ മംഗലാപുരത്ത് പോയിട്ട് കോട്ട് ചെയ്തത്? ആ സിയാലും അതോടൊപ്പം തന്നെ KSIDCയും ചേർന്ന് ഈ തിരുവനന്തപുരത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഈ 19.64 എന്നത് കൂട്ടിക്കൊടുക്കാമായിരുന്നല്ലോ. ആ രീതിയിൽ 19.64 വേണ്ടല്ലോ, കേവലം 10% വർദ്ധിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഇവിടെ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്ലോസ് ഈ കേരളത്തിൻ്റെ താല്പര്യപ്രകാരം കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ലേ? ഒന്നാമത് വരുന്ന ഏത് ആളാണെങ്കിലും അതിനേക്കാൾ 10% താഴെയാണ് സംസ്ഥാനം നിൽക്കുന്നതെങ്കിൽ സംസ്ഥാനത്തിന് ഈ എയർപോർട്ട് ഓപ്പറേഷന് വേണ്ടി കൊടുക്കാം എന്നുള്ളത് തീരുമാനിച്ചതല്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ കോട്ട് ചെയ്തതിനേക്കാൾ ഒരു 10% കൂടുതൽ കോട്ട് ചെയ്തില്ല? ഈ സിയാലിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചുകൂടായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് സഖാക്കന്മാരെ പറ്റിക്കാനാണ് ഈ പ്രസംഗം നടത്തിയത്. സംസ്ഥാന സർക്കാർ ഒറ്റ കാര്യം അതായത് അദാനിയുടെ കോട്ട് എത്രയാണെന്ന് അറിഞ്ഞാലേ 10% കൂട്ടാൻ കഴിയുള്ളൂ. അദാനിയുടെ ബിഡിംഗ് പ്രൈസ് എത്രയാണെന്ന് അറിഞ്ഞാലേ കൂട്ടാൻ കഴിയുള്ളൂ 10%. ഞാൻ പറയാം, അതെൻ്റെ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ കണ്ടൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് എത്രയെന്ന് ഒന്നുകിൽ സിറിൽ അമർചന്ദ് മംഗൾദാസ് ഇവിടുത്തെ KSIDCയോട് പറഞ്ഞു, അതനുസരിച്ച് കുറച്ചു വച്ചു. ഒന്നുകിൽ ഇല്ല എങ്കിൽ കേരളം കോട്ട് ചെയ്തത് ഇതാണ് എന്ന് സിറിൽ അമർചന്ദ് മംഗൾദാസ് അവരുടെ ബോസായിട്ടുള്ള അദാനിയോട് പറഞ്ഞു. ഇവിടെ വിഷയം സിറിൽ അമർചന്ദ് മംഗൾദാസിൻ്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും ഭാര്യ ഭർത്താക്കന്മാരാണ്. അതാണ് ഇവിടുത്തെ വിഷയം. ഇവർ രണ്ടുപേരും കേരള സർക്കാർ ഇവിടെ ശ്രീ സമ്പത്ത് അവർ പറഞ്ഞു സുരേഷ്, താങ്കളുടെ വാദം ശരിയാണെങ്കിൽ ഒരു നിമിഷം സുരേഷ്, അതായത് അദാനി ഇത്ര രൂപയ്ക്ക് കോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കോട്ടിംഗ് പ്രൈസ് കുറച്ചു കൊടുത്തു സംസ്ഥാന സർക്കാർ എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ്. ഒറ്റ കാര്യം, അങ്ങനെയാണെങ്കിൽ മറ്റ് ഒരു നിമിഷം സുരേഷ്, അങ്ങനെയാണെങ്കിൽ മറ്റ് വിമാനത്താവളങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. നോക്കൂ, അദാനി ലക്നൗ വിമാനത്താവളത്തിന് വേണ്ടി, ലക്നൗ വലിയ വളർച്ചയുള്ള ഗ്രോത്തുള്ള ഒരു വിമാനത്താവളമാണ് ലക്നൗവിൽ 171 രൂപ അദാനി കോട്ട് ചെയ്തു. അവിടെ തൊട്ട് പിറകെ വന്ന് AMP ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, അവർ വെറും 139 രൂപയെ കോട്ട് ചെയ്തുള്ളൂ. ഇനി GMR, അതായത് ഡൽഹി പോലുള്ള വലിയ ഇൻ്റർനാഷണൽ വിമാനത്താവളം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് GMR. ആദ്യത്തെ സ്വകാര്യവൽക്കരണ കമ്പനിയാണ് വിമാനത്താവളങ്ങളുടെ കാര്യത്തിൽ. അവർ ആകട്ടെ വെറും 63 രൂപയാണ് ലക്നൗയ്ക്ക് വേണ്ടി കോട്ട് ചെയ്തത്. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഒത്തുകളിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? ശ്രീ അജിംസ് ലെനിനെയും സ്റ്റാലിനും കാറൽ മാർക്സിനെയും ഒക്കെ പറയുന്ന പിണറായി വിജയൻ എന്താ ഇത് ഇരട്ടച്ചങ്കരായിട്ടുള്ള പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ എന്താ അദാനിക്ക് സാധിക്കുമെങ്കിൽ പിന്നെ ഈ മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ലേ? ഇവിടെ കേരളത്തെ എങ്ങനെയാണ് അദാനി ഹാൻഡിൽ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? കാരണം അദാനിയുടെ അതേ ലീഗൽ കൺസൾട്ടൻറ്റ് ആ ഫീസ് കൊടുത്തേക്കിന് എന്തിനാണെന്നറിയോ? പ്രൊഫഷണൽ ഫീ ഫോർ ബിഡിംഗ് ടു സിറിൽ അമർചന്ദ് മംഗൾദാസ് ആണ്. ആ റെസീറ്റ് എടുത്ത് നോക്കൂ, അത് ബിഡിങ്ങിന് വേണ്ടിയുള്ള ഫീസാണ്. അപ്പോൾ ബിഡിങ്ങിനെ ഏൽപ്പിച്ചത് രണ്ടും അദാനി കുടുംബത്തെയാണ് ഏൽപ്പിച്ചത്. കേരളത്തിൻ്റെ ബിഡിങ്ങും ഏൽപ്പിച്ചത് അദാനിയുടെ ഒരു മരുമകൾ ഡയറക്ടറായിട്ടുള്ള കമ്പനിയെ, അദാനിയുടെ ബിഡിംഗ് നടത്തിയത് അദാനിയുടെ മകൻ ഡയറക്ടറായിട്ടുള്ള അദാനി ഗ്രൂപ്പും. ഇത് രണ്ടും ചെയ്തത് ഒരു കുടുംബം തന്നെയാണ്. അതാണ് ആ കുടുംബത്തിന് 55 ലക്ഷം രൂപയും കൂടെ കൊടുത്തു. എന്റെയും നിങ്ങളുടെയും കേരളത്തിന്റെ 55 ലക്ഷം രൂപയും കൂടെ ഈ തിരുവനന്തപുരത്തെ എയർപോർട്ട് അദാനിക്ക് കൊടുക്കാൻ വേണ്ടി അദാനിയുടെ കുടുംബത്തിന് സർക്കാർ കൊടുത്തു. അതാണ് വസ്തുത. പറയൂ മാത്യു. അജിംസെ ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞു. അജിംസെ, ഇവിടെ സുരേഷിൻ്റെ വാദം എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നുന്നു. കാരണം അദ്ദേഹവും നമ്മൾ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതായത് ഇവിടെ സംസ്ഥാന സർക്കാർ അദാനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു എന്ന് BJP ആക്ഷേപിക്കുമ്പോൾ കെ സുരേന്ദ്രൻ ഇതുപോലെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് നിൽക്കുമ്പോൾ അങ്ങനെയെങ്കിൽ ഈ ടെൻഡർ ക്യാൻസൽ ചെയ്യണം എന്ന ഒരു നിലപാട് കൂടി BJP എടുക്കേണ്ടതല്ലേ?
കാരണം അവര് അത് വന്ന വാദം അതിന് ഈ സുരേഷ് ടെൻഡർ മറുപടി പറയാം. കള്ളക്കളി ഒരു നിമിഷം. അദാനിയുമായി അല്ല, ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഒത്തുചേർന്നു എന്നാണ്. സുരേഷ് അതിന് മറുപടി ഉണ്ടോ സുരേഷ്? അല്ല അതൊക്കെ ശരി. ഇതില് കാരണം ഇത് കേരളത്തെ കബളിപ്പിച്ചെങ്കിൽ അദാനി സംസ്ഥാനം അല്ല ഈ കാര്യം മുഴുവൻ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സുതാര്യമായിട്ട് ഈ കേരളത്തിലെ ഇന്ത്യയിലെ 6 എയർപോർട്ടുകൾ സുതാര്യമായിരുന്നില്ല എന്ന് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അവിടെ കക്ഷികൾ തമ്മിൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് സുതാര്യമായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നാക്ക് വായിലിട്ടേ ഉള്ളൂ. നിങ്ങൾ അല്ലല്ലല്ല ഞാൻ പറഞ്ഞതും ചെയ്തതും രണ്ടാണ്. ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ടെൻഡറിംഗ് പ്രോസസ്സ് ഭംഗിയായിട്ട് നടത്തി. അതിൽ എല്ലാവരും ടെൻഡർ കൊടുത്തു. അതിൽ ഒന്നാമത് വന്നവർക്ക് കൊടുത്തു. സംസ്ഥാനം ബിഡ് ചെയ്താൽ 10% കുറച്ചു കൊടുക്കാമെന്നുള്ള പ്രത്യേക ക്ലോസ് വെച്ചു. ഇതിലപ്പുറം ഒരു കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സുതാര്യമായിരുന്നു എന്നാണ് താങ്കളുടെ വാദം. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ എ സമ്പത്ത്, ഇവിടെ പാർട്ടികൾ അങ്ങനെ പറഞ്ഞു പോകരുത്. മടങ്ങി വരാം, താങ്കളിലേക്ക് വരാം. ശ്രീ സുരേഷ്, ഞാനിത് പൂർത്തിയാക്കി പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഒരു സെന്റൻസ് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. പറഞ്ഞ് അവസാനിപ്പിക്കൂ സുരേഷ്. ഫുൾ സ്റ്റോപ്പ് ഇടാതെ നിൽക്കാതിരിക്കൂ. എന്നെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടിപ്പിക്കൂ. അപ്പോ ഞാൻ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടികൾ തമ്മിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ഉത്തരവാദിയല്ല. അത് വ്യക്തമാണ്, അത് കൃത്യമാണ്. താങ്കളുടെ വാദം കൃത്യമാണ്. ശ്രീ സമ്പത്ത്, അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം. ശരി സുരേഷ്, ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. വളരെ കൃത്യമാണ് താങ്കളുടെ വാദം. തട്ടിപ്പുകാരുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇൻകുലാബ് വിളിക്കാൻ സമ്പത്തിന് മറുപടി വേണം. ശ്രീ സമ്പത്ത്, എന്തുകൊണ്ട് ഈ സിറിൽ മംഗൾദാസ് എന്ന നിയമസ്ഥാപനത്തെ സർക്കാർ തെരഞ്ഞെടുത്തു? ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരുന്നോ? എന്തുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തു? ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ്. ശരിയാണ്. നമ്മൾ ആ റാങ്കിങ് ഒന്ന് ചുമ്മാ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവർ റാങ്കിങ്ങിൽ 10ഓ 14ഓ 10ാമത്തെ റാങ്കിന് ശേഷമാണ് ഇവരുടെ ഒരു നിയമസ്ഥാപനം, ഇവരുടെ ഒരു പെർഫോമൻസ്. 1ാം സ്ഥാനം ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായ മറ്റൊരാളുടെയാണ്. ഈ നിയമസ്ഥാപനം വേർപിരിഞ്ഞിരുന്നു. അതിൻ്റെ ചങ്ക് ഓഫ് പ്രോപ്പർട്ടി അദ്ദേഹത്തിനാണ് കിട്ടിയത്. ഷർദുൽ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമാണ്. അവരാണ് 1ാം സ്ഥാനത്തുള്ളത്. എന്തുകൊണ്ട് ഇവരെ തന്നെ തെരഞ്ഞെടുത്തു? അദാനിയുമായി ബന്ധം ഉള്ള ഈ സ്ഥാപനത്തെ തന്നെ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് സർക്കാരിന് എന്താണ് മറുപടി? അജിംസേ, ഞാനിപ്പോൾ ഇത് എൻ്റെ ചങ്ങാതിമാർ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയല്ല. ഞാൻ ഈ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ഞാൻ ചവിട്ടിത്തേക്കാനും ഞാൻ ആളല്ല. ഒന്നാമത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വിമാനത്താവളങ്ങളുടെ വിൽപ്പന എന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത്, ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ, അത് വിറ്റു തുലയ്ക്കുന്നതാണ്. അതിന് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയമുള്ള മറ്റ് ചങ്ങാതിമാരുടെ, എൻ്റെ സുഹൃത്താണ് സുരേഷ്. ഞങ്ങളുടെ 2 പേരുടെയും വക്കീൽ ഓഫീസുകൾ പോലും തിരുവനന്തപുരത്ത് അടുത്തടുത്താണ്. ഞങ്ങൾ 2 രാഷ്ട്രീയ പാർട്ടികളിലാണ്. അത് വേറെ കാര്യം. എൻ്റെ ചങ്ങാതി സുരേഷ് തന്നെയാണ് വിമാനത്താവള ജീവനക്കാരുടെ പ്രതിഷേധ സമ്മേളനത്തിന് ജനുവരി മാസം 30-ാം തീയതി 2019 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 പോയി അത് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾക്ക് പോകാറുള്ളത്. മറ്റൊരു കാര്യം, ഈ വക്കീലന്മാർ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് സംബന്ധിച്ചാണ് എങ്കിൽ യശശരീരയായ ശ്രീമതി സുഷമാ സ്വരാജിനോട് എല്ലാവരോടും ഉള്ളതിനേക്കാൾ കൂടുതൽ, ഈ പറയുന്ന നിങ്ങൾക്കെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ അങ്ങനെ ആത്മബന്ധവും ബഹുമാനവും ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. ശ്രീമതി സുഷമാ സ്വരാജിൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു നീരവ് മോദിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്, കേസ് വാദിച്ചത്. ഇവിടെ നമുക്ക് തന്നെ അതൊരു കക്ഷിയുടെ അവകാശമാണല്ലോ. അവര് ഭാര്യ ഭർത്താക്കന്മാർ, ശ്രീ സമ്പത്ത്, അതൊരു കക്ഷിയുടെ അവകാശമാണ്. പക്ഷേ ഇവിടെ ചോദ്യം സ്പെസിഫിക് ആണ്. ശ്രീ സമ്പത്ത്, ഒരു നിമിഷം ശ്രീ സമ്പത്ത്, ഇവിടെ ചോദ്യം സ്പെസിഫിക് ആണ്. ഒറ്റ കാര്യം അല്ലല്ല, അതൊരു അഭിഭാഷകന്റെ സ്വാതന്ത്ര്യമാണ്, ഒരു കക്ഷിയുടെ അവകാശമാണ് ഏത് അഭിഭാഷകനെ നിയമിക്കണമെന്നുള്ളത്. ഇവിടെ ചോദ്യം സ്പെസിഫിക് ആണ്. എന്തുകൊണ്ട് ഈ സിറിൽ മംഗൾദാസ് എന്ന സ്ഥാപനത്തെ സർക്കാർ തെരഞ്ഞെടുത്തു? അതും അദാനിയുടെ ബന്ധുവാണ് എന്നറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അദാനിയുടെ ബന്ധുവാണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ മുതലാളി അദാനിയുടെ ബന്ധു എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഹരീഷ് വാസുദേവൻ പറയട്ടെ, മാത്യു കുഴൽനാടനും പറയട്ടെ. ഞങ്ങളെപ്പോലെ തിരുവനന്തപുരത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നവരല്ലല്ലോ. ആ ഒരു കോർപ്പറേറ്റ് ലോ ഫേമിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ആരും ഇതിനെ സംബന്ധിച്ചൊരു വ്യത്യസ്ത അഭിപ്രായവും പറഞ്ഞില്ല. 2, ഇതിൽ ആരൊക്കെയാണ് ഈ ബിഡിൽ പങ്കെടുക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ചറിയില്ല. ഇനി ബിഡിന് കേരള ഗവൺമെന്റ് അനുകൂലമാണ്. ആ വ്യക്തിയുടെ കീഴിലുള്ള സ്ഥാപനം, അതിന് അദാനിയുമായുള്ള ബന്ധം മുമ്പേ പ്രശസ്തമാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥാപനവും ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ സ്ഥാപനവും ഇന്ത്യയിൽ നേരത്തെ തന്നെ പ്രശസ്തമാണ്. അദാനിയുമായുള്ള അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധവും പ്രശസ്തമാണ്.
എന്തുകൊണ്ട് അവരെ ചെറി പിക്ക് ചെയ്തു, അവരെ മാത്രം തിരഞ്ഞെടുത്തു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ നിയമസ്ഥാപനത്തെ തിരഞ്ഞെടുക്കാനിടയാക്കിയ സുതാര്യമായ പ്രോസസ്സിനെ കുറിച്ച് പറയൂ. എന്തുകൊണ്ട് അവരെ തന്നെ തിരഞ്ഞെടുത്തു? അത് സംശയകരമാണ്. അല്ല, ഞാൻ ഈ കാര്യത്തിൽ താങ്കൾ അങ്ങനെയാണ് ഈ കാര്യത്തിൻ്റെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇതിൻ്റെ സ്വകാര്യവൽക്കരണം പ്രശ്നമല്ല. ഈ സ്വകാര്യവൽക്കരണം പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്തത്. സമ്പത്ത്, ഇന്നത്തെ വിഷയം അതല്ല. നിങ്ങൾ സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദാനി തിരുവനന്തപുരം വിമാനത്താവളത്തെ ഏറ്റെടുക്കുന്നതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നു. എന്നിട്ട് അവരുമായി ഒത്തുകളിക്കുകയാണ് ചെയ്തത് എന്ന പ്രതിപക്ഷ ആരോപണമാണ് നമ്മുടെ ചർച്ചയുടെ മുഖ്യ പോയിന്റ്. അല്ല, പ്രതിപക്ഷ ആരോപണം എന്നുള്ളത് പ്രതിപക്ഷ ആരോപണത്തിൻ്റെ മാത്രമല്ല. ഇവിടെ ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ വാതിൽ തുറന്നിട്ടത് കോൺഗ്രസ്സാണ്. ആദ്യം അവർ പറഞ്ഞത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഞങ്ങൾ വിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അവരുടെ നേതാക്കളാണ് ചോദിച്ചത്, ഈ മോഡേൺ ബ്രെഡ് കമ്പനിക്ക് ഇവിടെ സർക്കാർ എന്തിനാണ് റൊട്ടിക്കച്ചവടം നടത്തുന്നതെന്ന് ചോദിച്ചത്. അവർ തന്നെയാണ് പിന്നീട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പലതും സ്വകാര്യവൽക്കരിച്ചത്. അപ്പോൾ BJPയും പറഞ്ഞത് ഇത് ചെയ്യാൻ പാടില്ല എന്നാണ്. സ്വകാര്യവൽക്കരണത്തെ രാഷ്ട്രീയമായി അനുകൂലിക്കുന്ന രണ്ട് കക്ഷികളാണ് കോൺഗ്രസും BJPയും. ശ്രീ സമ്പത്ത്, ഒന്ന് വർത്തമാനം പറയാനായി സമ്മതിക്ക്. അല്ലല്ല, സ്വകാര്യവൽക്കരണത്തെ അവർ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് എത്രയോ വർഷമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അല്ലല്ല, ഈ ചോദ്യം ഇവിടെ സ്പെസിഫിക് ആണ്. സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നവരാണ് നിങ്ങൾ, CPM. എന്നിട്ട് ആ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഒരു ബിഡിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുക, അതിൽ കള്ളക്കളി കളിച്ചു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് സിറിൽ മംഗൾദാസ് എന്ന നിയമസ്ഥാപനത്തെ മാത്രം നിങ്ങൾ തെരഞ്ഞെടുത്തു? അതിന് മറുപടി നൽകിയാൽ ഈ പ്രശ്നം തീർന്നു. അല്ല, ഈ പറയുന്ന ഒരു ഫേമിനെ ഒഴികെ ഇപ്പോൾ ഇതിലുള്ള പാനലിലുള്ള ഒരു 10-20 വക്കീലന്മാരെ വെക്കണമെന്നായിരുന്നാണ് പറയണത്. ഏതെങ്കിലും ഒരു ഫേമിനല്ലേ വെക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് സിറിൽ മംഗൾദാസ് എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ 10-20 സമാന സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് സിറിൽ മംഗൾദാസ്? അതാണ് ചോദ്യം. അല്ല, അപ്പോൾ ഈ മറ്റ് 6 വിമാനത്താവളങ്ങൾക്കെല്ലാം അങ്ങനെ ആ ബിഡ് അവർക്ക് കിട്ടിയത് എവർ വന്നതുകൊണ്ടാ? അങ്ങനെയാണ് ഇപ്പോൾ പറയണത്. അവിടെ KSIDC പങ്കെടുത്തിട്ടില്ലല്ലോ. ആ വിമാനത്താവളങ്ങളൊന്നും KSIDC ബിഡ് ചെയ്തിട്ടില്ലല്ലോ. ശ്രീ സമ്പത്ത്, ഈ 6 വിമാനത്താവളങ്ങളിൽ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രമാണല്ലോ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. മംഗലാപുരത്ത് ശ്രമിച്ചത് സിയാലാണല്ലോ. അജിംസ, ഞാനൊന്ന് പച്ച മലയാളത്തിൽ ചോദിക്കട്ടെ. ഈ ആധാരം എഴുത്തുകാരനല്ലല്ലോ ഭൂമിയുടെ വില നിശ്ചയിക്കുന്നത്. വിൽക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിലുള്ള ഒരു കോൺസെൻസസ് ആയിട്ട് ഐഡം വരുമ്പോഴാണല്ലോ ആ ഒരു ബിഡിംഗ് പ്രോസസ്സിൽ നിയമോപദേശം കൊടുക്കുന്ന ലീഗൽ ബെറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം അതിന്റെ ക്രൂഷ്യലായിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കുമെന്നാണ് മാത്യു പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് 100 കണക്കിന് പേജുള്ള ഡോക്യുമെന്റ്സ്, ആ ഡോക്യുമെന്റ്സ് മുഴുവൻ പരിശോധിച്ച് ഇതിൽ ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും അത്തരം കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക. ഇത് പറയണത് കേട്ടാൽ തോന്നും അവരാണ് ഇതെല്ലാം ഇവിടെ നയിക്കുന്നത് എന്നുള്ള നിലയിലേക്ക്. ഞാൻ നേരത്തെയും പറഞ്ഞു, ചീഫ് സെക്രട്ടറിയും ട്രാൻസ്പോർട്ടിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ധനകാര്യ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടങ്ങുന്നതായിട്ടുള്ള സമിതി അവിടെ ചീഫ് സെക്രട്ടറി തന്നെ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചിട്ട് വയ്ക്കുന്നു. ഇതിനെ സംബന്ധിച്ച് KSIDCക്ക് ഈ കാര്യത്തിനെ സംബന്ധിച്ച് അവരോട് ഇത്തരം കാര്യത്തിന് അഡ്വൈസ് നൽകുന്നു. 55 ലക്ഷം രൂപ വിലയുള്ള നിയമോപദേശമാണ്. അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ശ്രീ സമ്പത്ത്, 55 ലക്ഷം രൂപ വിലയുള്ള നിയമോപദേശമാണ്, സേവനമാണ്, നിയമസേവനമാണ്. അതിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ബിഡിംഗ് പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രം തൊട്ടുപോകുന്നവരല്ലല്ലോ അവർ കൃത്യമായി അതിനെ ലോജിസ്റ്റിക് ചെയ്യുന്നവരാണല്ലോ. നിയമപരമായി ലോജിസ്റ്റിക് ആണല്ലോ അവരുടെ പണി. അപ്പോൾ അവർ അതിലെ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാണ് ശ്രീ സമ്പത്ത്? അജിംസ, ഒരു സെക്കൻഡ് തരുമോ? തമിഴ്നാട് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ പണിമുടക്കിയപ്പോൾ 4 ലക്ഷം പേരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ടതിനെതിരായി സുപ്രീം കോടതിയിൽ കേസ് നടത്താനായി പോയത് എൻ്റെ പാർട്ടിക്കാരടക്കം വക്കാലത്ത് കൊടുത്തത് ചിദംബരത്തിനാണ്. വാസ്തവത്തിൽ എല്ലാത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി നിൽക്കുന്ന ചിദംബരം എന്ന വക്കീലിനെ സുപ്രീം കോടതിയിൽ ആ വിധത്തിൽ വെക്കുന്നതിന് അവിടുത്തെ ഞങ്ങളുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻ അല്ല, ഒരു അഭിഭാഷകന്റെ നിയമസ്ഥാപനത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ അല്ല പ്രശ്നം. അവരുടെ അലീജിയൻസ് ആണ്, ബിസിനസ് അലീജിയൻസ്, ഫാമിലി അലീജിയൻസ്, അതാണ് പ്രശ്നം. ആ ഫാമിലി അലീജിയൻസ് ആണ് പറയുന്നത് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഷമ സ്വരാജിന്റെ ഭർത്താവ് നിരവ് മോദിക്ക് വേണ്ടി ഹാജരായതിനെ സംബന്ധിച്ചുള്ളതിനെ കൂടി പറയണം. അത് നിരവ് മോദിയുടെ അവകാശമാണ്, ആ അഭിഭാഷകന്റെ കർത്തവ്യമാണ്. അതിനപ്പുറം എന്താണ് അതിൽ? അല്ല, തലേണ മന്ത്രത്തിന് ഒരുപാട് ശക്തി ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നതിന്റെ എല്ലാം അർത്ഥം. ശരി, അപ്പോൾ സുഷമ സ്വരാജ് ചെയ്തതാണ് പരോക്ഷമായി സമ്മതിക്കുകയാണ്. സുഷമ സ്വരാജ് നിരവ് മോദിയുടെ കാര്യത്തിൽ ചെയ്തതാണ് നിങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ്. അവർ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല.
ഇല്ല താങ്കൾക്ക് പറയാനുള്ള താങ്കൾക്ക് പറയാം. നിരവ് മോദി രാജ്യം വിട്ടിരുന്നു. നിരവ് മോദി രാജ്യം Please. വിട്ടിരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ നിരവ് മോദിക്ക് വേണ്ടി സുഷമ സ്വരാജിന്റെ ഭർത്താവ് കോടതിയിൽ ഹാജരായതിനോടാണ് ഈ സംഭവത്തെ സമ്പത്ത് താരതമ്യം ചെയ്യുന്നത്. എനിക്ക് വളരെ നിരാശ തോന്നുകയാണ് ബഹുമാനായ ശ്രീ സമ്പത്ത്, അദ്ദേഹം ഒരു മുൻ എം പിയും അഭിഭാഷകനും കൂടിയായിട്ടുള്ള ആൾ, ഈ കാര്യത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ചും ഇത്ര ലാഘവത്തോടും കൂടി പറയുന്നതിന് എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. കാരണം ഒരു ആധാര എഴുത്തുകാരനോട് ഉപമിച്ചത് കേട്ടാൽ സിറിൽ അമർചന്ദ് മംഗൾദാസ് സഹിക്കില്ല. 55 ലക്ഷം രൂപ ഒരു ടൈപ്പിസ്റ്റിനോ ആധാര എഴുത്തിനുകാരനുമാണ് കൊടുത്തത് എന്നതുപോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. നോ, അത് വളരെ തെറ്റാണ്. അത് വാദം ജയിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇപ്പം ഈ കേസിൽ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ കേസിൽ തന്നെ, അതായത് ഈ കേസിൽ അദാനിക്ക് എയർപോർട്ട് കൊടുക്കുന്നതിനെ അതിശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷ യൂണിയൻ, പ്രധാനമായിട്ടും ഇടതുപക്ഷ എയർപോർട്ടിലെ ആ യൂണിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫേമാണ്, KMNP ലോ എന്ന് പറയുന്ന ഞങ്ങളുടെ ഫേമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ ഫേം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേം അദാനിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദാനിക്ക് വേണ്ടി കേസുകൾ നടത്തുന്നുണ്ടെങ്കിൽ, അദാനിക്ക് വേണ്ടി ഇതേ പ്രോസസ്സിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ നേതാക്കന്മാർ, CI2-ൻ്റെ നേതാക്കന്മാർ ഒരിക്കലും ഞങ്ങളെ തേടി വരത്തില്ല, ഞങ്ങൾ എടുക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ കാണിക്കുന്ന ഒരു ഡെലിജൻസ് പോലും സംസ്ഥാന സർക്കാർ കാണിച്ചില്ലെന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഇതാർക്കും അറിയാത്ത രഹസ്യമാണോ? ഒരിക്കലും ഈ നിലയിൽ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ഒന്നുകിൽ ഇത് ആരോ സംസ്ഥാന സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ മറച്ചുവെച്ച് ഈ കാര്യത്തിൽ വലിയ കള്ളക്കളി ഉണ്ടായി. തീർച്ചയായിട്ടും. പിന്നെ അജിംസിയോടെ പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അദാനിക്ക് മറ്റ് എയർപോർട്ടുകളിൽ വലിയ മാർജിനിൽ കോട്ട് ചെയ്യേണ്ട വന്നെങ്കിൽ ഈ എയർപോർട്ടിൻ്റെ കോട്ടിലാണ് അവർ ഏറ്റവും ലോവസ്റ്റ് ഡിഫറൻസിൽ രക്ഷപ്പെട്ടത്. കാരണം എന്താ? 65 ഇതും 30 തമ്മിൽ നോക്കണ്ട. കാരണം 10% ഇളവ് സംസ്ഥാന സർക്കാരിനുണ്ട്. കേവലം 9.6% മാത്രമേ അദാനി കയറ്റി വെക്കേണ്ടി വന്നിട്ടുള്ളൂ. മറ്റ് എയർപോർട്ടുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സംശയം ബലപ്പെടുത്തുന്നതാണ്. സമ്പത്തിനെ പോലൊരു നേതാവ് തീർച്ചയായിട്ടും ഇതുപോലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടെൻഡറിങ് പ്രോസസ്സിൽ ലീഗൽ അസിസ്റ്റൻസ് നൽകുന്നവർക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അങ്ങ് അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണ്, അതല്ലെങ്കിൽ അത് അങ്ങേക്ക് ഈ ഇതുപോലുള്ള ഒരു ഗ്ലോബൽ ടെൻഡറിംഗ് പ്രോസസ്സിലുള്ള ലോ ഫേംസിന്റെ നെഗോസിയേഷന്റെ ഭാഗമായിട്ടോ ടെൻഡറിംഗ് കുറിച്ചോ ധാരണയില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇവിടെ മറ്റ് വിമാനത്താവളങ്ങളുടെ ബിഡ്ഡിംഗ് പ്രൈസ് പരിശോധിക്കുമ്പോഴും ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. വളരെ അഗ്രസീവായി എയർപോർട്ട് രംഗത്തേക്ക് അദാനി വരാൻ ആഗ്രഹിക്കുകയാണെന്നാണ് തോന്നുക അതിലെ ബിഡ്ഡിംഗ് തുക കാണുമ്പോൾ. അതിലൊരു കാര്യം, ഒന്ന്, ഏത് വിധേനയാകും ഇതിലൊരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടാവുക. അതായത് ഈ ബിഡ്ഡിംഗ് പ്രൈസ് സംബന്ധിച്ച് അതും ഫസ്റ്റ് റെഫ്യൂസൽ പ്രൊവിഷൻ സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിരുന്നു എന്നാണ് ഇവിടെ സുരേഷ് വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10% വ്യത്യാസമുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന് ബിഡ് കിട്ടുമായിരുന്നു. എന്നിട്ടും അത് നഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ ഒന്ന് നടക്കാൻ സാധ്യത ഈ ബിഡ്ഡിംഗ് പ്രൈസ് ഇവർ അറിഞ്ഞുകൊണ്ടാണോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇതേ പ്രോസസ്സിൽ ഈ ബിഡ്ഡിംഗ് പ്രോസസ്സിന് 1.5 കോടി KPMGക്ക് കൺസൾട്ടൻസി കരാർ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. എന്തിനു വേണ്ടി? എന്തായിരിക്കും ഒരു ബിഡ്ഡിംഗ് പ്രോസസ്സിൽ KPMG പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ റോൾ? KPMGക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും വിമാനത്താവളങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ടെൻഡർ പ്രോസസ്സിൽ നേരത്തെ പങ്കെടുത്തതിൻ്റെ എക്സ്പീരിയൻസോ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അവരുടെ വെബ്സൈറ്റൊക്കെ പരിശോധിച്ച് നോക്കി. അവർ മറ്റൊരു വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ്. ലോകത്ത് ഏത് കാര്യം പറഞ്ഞാലും, അജിംസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിന്ന് കണ്ടു, ലോകത്ത് ആർക്കും അറിയാവുന്ന കാര്യം അവരെ തന്നെ പഠിപ്പിച്ച് അതിന് പൈസ വാങ്ങിക്കുന്ന പരിപാടിയാണ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ കൺസൾട്ടൻസി എന്തിനു കൊടുത്തു എന്നതിന് മറുപടി സംസ്ഥാന സർക്കാരാണ് പറയുന്നത്. പക്ഷേ ഹരീഷ്, അദാനിക്കും എയർപോർട്ട് നടത്തി പരിചയമില്ലല്ലോ. ശ്രീ ഹരീഷ്, അദാനിക്കുമില്ലല്ലോ എക്സ്പീരിയൻസ്. അതെ, നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇതൊന്നും നടത്തി ഒരു പരിചയവും വേണ്ട, പണമുണ്ടായാൽ മതി. അത് വളരെ തുറന്ന് BJP പറയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. കാരണം അവർ ഒളിച്ചും മറച്ചും കടത്തുന്ന ഒരു സംഗതിയല്ല. V. മുരളീധരൻ തന്നെ, നമ്മുടെ കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്രത്തിൽ പോയി പറഞ്ഞു ഇത് കേരളത്തിന് കൈകാര്യം ചെയ്യാൻ തരണം, ഇത് പ്രൈവറ്റൈസ് ചെയ്യരുത്. കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ നിലപാട് തള്ളിക്കളഞ്ഞ് കേന്ദ്ര സർക്കാർ അത് പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് പ്രൈവറ്റൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ നയമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ വിൽപ്പന മുഴുവൻ നടത്തുന്നത്. വിൽപ്പന നടത്താൻ വേണ്ടി മാത്രം ഒരു മന്ത്രി കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇവരത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ട്രോളുകൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ രാഷ്ട്രീയമല്ല.
ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എങ്ങനെയാണ് ഒരു ലീഗൽ ഫേമിനെ കേരള ഗവൺമെൻറ് ഇത് ഏർപ്പാട് ചെയ്തത്, എങ്ങനെയാണ് KPMG ഇത് ഏർപ്പാട് ചെയ്തത്, എന്താണ് KPMG ചെയ്തത്, ഇതൊക്കെ സുതാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ നമ്മളാരും കവടി വെച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല. ഇതൊക്കെ വെബ്സൈറ്റിൽ സുതാര്യമായി പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടെൻഡർ നടപടികൾ കഴിഞ്ഞല്ലോ. അജിംസി ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഒരു ലീഗൽ ഫേം ഇതിനകത്ത് തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തീരുമാനിച്ചൊന്നും ഞാൻ കരുതുന്നില്ല, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. ആ ലീഗൽ ഫേം കാണാതെ ഫൈനൽ ബിഡ് കേരള ഗവൺമെന്റോ കേരള ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനിയോ ഫൈനലി പ്ലേസ് ചെയ്യില്ല. ശ്രീ മാത്യു പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ ഈ ചർച്ചയിൽ യോജിക്കുകയാണ്. ലീഗൽ ഫേം കാണാതെ നമ്മളുടെ ലീഗൽ കോട്ട് ചെയ്തിട്ടുള്ള തുക എത്രയാണെന്ന് അറിയാതെ ഫൈനൽ ബിഡ് നമ്മൾ ഒരിക്കലും പ്ലേസ് ചെയ്യില്ല. നമ്മുടെ വക്കീലിനെ കാണിക്കാതെ, നമ്മുടെ വക്കീൽ വായിച്ചു നോക്കാതെ ഒരു ഡോക്യുമെന്റ് കോടതിയിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹരീഷ് പറഞ്ഞതാണ് ശരിയെങ്കിൽ മംഗലാപുരം ബിഡിൽ സിയാൽ പോയി വളരെ താഴ്ന്ന ബിഡിംഗ് പ്രൈസാണ് കൊടുത്തത്. എന്തിനായിരിക്കാം സിയാൽ അവിടെ പങ്കെടുത്തത് തന്നെ? ശ്രീ സുരേഷ്. അല്ല, ശ്രീ അജിംസെ, ഞാൻ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ശ്രീ സമ്പത്ത് അവർകൾ സ്വകാര്യവൽക്കരണത്തിനെതിരെ എന്ത് വാദോരാതെ ഇവിടെ പ്രസംഗിച്ചത് ഞാൻ പറയട്ടെ. 2006 UPA മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ 2006 അവരുടെ മധുവിധു കാലഘട്ടത്തിൽ UPA മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസുമായിട്ടുള്ള UPA സർക്കാരിൻ്റെ മധുവിധു കാലഘട്ടത്തിലാണ് ഡൽഹിയും മുംബൈയും അടങ്ങുന്ന എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിച്ചത്. യെച്ചൂരിയും സോണിയാഗാന്ധിയും ഒരുമിച്ച്, ഹർകിഷൻ സിംഗ് സുർജിത്തും ഒരുമിച്ചിരുന്നാണ് സ്വകാര്യവൽക്കരിച്ചത്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള നയം ഇനി പറയരുത്. ഇത് നിങ്ങൾക്ക് ചേർന്ന പണിയല്ല. ശരി. ഇനി മറ്റൊരു കാര്യം, കാണിച്ചിട്ടുണ്ട് അജിംസെ. ഞാൻ നിർത്താൻ ഞാൻ തിരുവനന്തപുരത്തുകാരനെന്ന നിലയിൽ എനിക്ക് മറ്റൊരു പോയിന്റ് കൂടെ പറയാനുണ്ട്. ശ്രീ സമ്പത്തും തിരുവനന്തപുരത്തുകാരനാണ്. ഈ തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ വികസനം, ഈ വികസനത്തിനെയാണ് ഇന്ന് ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള വസ്തുതകൾക്ക് അടിസ്ഥാനമില്ലാത്ത വിവരക്കേടുകൾ പറഞ്ഞ് ഈ തലസ്ഥാനത്തിന്റെ വികസനത്തെയാണ് നശിപ്പിക്കുന്നത്. തുറമുഖ പദ്ധതിക്കായി അദാനി വന്നപ്പോൾ അത് അഴിമതിയാണ്, 5000 കോടിയുടെ അഴിമതിയാണ് എന്ന് പറഞ്ഞ് എതിർത്ത LDF അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആ പദ്ധതി മുടക്കാനില്ല എന്ന് പറഞ്ഞു ശ്രീ സമ്പത്ത്. ഇവിടെ ഇപ്പോൾ അദാനിക്ക് വേണ്ടി ഒത്തുകളിക്കുന്നു എന്ന പ്രതിപക്ഷാരോപണത്തിന് മുന്നിൽ നിങ്ങളുടെ ബിഡിംഗ് പ്രോസസ് സുതാര്യമായിരുന്നു എന്ന് പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ല. ഇത് സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്നതാണ് ശ്രീ സമ്പത്ത്. മറുപടി വളരെ ചുരുക്കി. ഒരാൾ വർത്തമാനം പറയട്ടെ, അത് തീരട്ടെ. ശരി, നമുക്ക് സമയക്കുറവുണ്ട്. സമ്പത്ത് ഒന്ന് അവസാനിപ്പിക്കുക. താങ്കളുടെ മറുപടി കിട്ടിയാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എനിക്ക് വലിയ ആക്രാന്തമൊന്നുമില്ല. വർത്തമാനം പറയേണ്ടവർ വർത്തമാനം പറയട്ടെ. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ വർത്തമാനം പറയുന്നതിനകത്ത് ദയവായി ഇടപെടരുത്. അല്ല, ഒരുപാട് ഇടപെടൽ എൻ്റെ പുറത്തുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അസത്യമായ കാര്യങ്ങൾ അസത്യം തന്നെയാണ്. UPA ഗവൺമെൻറ് എന്നുള്ളത് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റൊന്നും ആയിരുന്നില്ല. കോൺഗ്രസും BJPയും കൂടി അട്ടിമറിച്ചൊരു ഗവൺമെൻറ്റാണ്. 10 മാസവും 8 മാസവുമായി യഥാക്രമം ആദ്യം ദേവഗൗഡയും പിന്നീട് ഗുജറാളും പ്രധാനമന്ത്രിമാരായിരുന്നത്. അട്ടിമറിച്ചത് എന്തിനെന്നുള്ള രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. 2, ആ വിമാനത്താവളങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞ BJPയുടെ നേതാവ് കൂടിയാണ് സുരേഷ്, എൻ്റെ ചങ്ങാതി പറഞ്ഞത് ഈ മുംബൈയും ഡൽഹി വിമാനത്താവളങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്നോട് എന്തിനാണ് ഈ അസഹിഷ്ണുത? ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ പൊന്നെ, ഞാൻ നമിച്ചു കേട്ട ഈ അസഹിഷ്ണുത. സമ്പത്ത് പറഞ്ഞ് അവസാനിപ്പിക്കും. നമുക്ക് സമയം അവസാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് സമയം അവസാനിച്ചിരിക്കുകയാണ്. സമ്പത്ത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല ഞാൻ എന്നെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അങ്ങ് അനുവദിക്കുമെങ്കിൽ മാത്രം മതി. ഇല്ലെങ്കിൽ വഴിക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് നിർത്താം. അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ കാര്യത്തിൽ വേറൊന്നും പറയാതിരുന്നാൽ മാത്രം മതിയെങ്കിൽ അത് സമ്മതിക്കാം. നമുക്ക് ഓണക്കാലം വരികയാണ്. ഈ നിയമസ്ഥാപനത്തെ തെരഞ്ഞെടുത്തതിലെ സുതാര്യത ഉറപ്പാക്കേണ്ടത് ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയിലെ എന്നാണ് ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ് സർക്കാർ നിർവഹിക്കുന്നത്. ഇത് ബാധ്യതയെ സംബന്ധിച്ചുള്ള കാര്യമല്ല. അഭിഭാഷകരെ അടച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല. ഇവിടെ വേറെ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ പാർലമെൻ്ററി സമിതി, യോഗി ആദിത്യനാഥ് കൂടി അംഗമായിരുന്ന പാർലമെൻ്ററി സമിതിയുടെ ഐകകണ്ഠേനയുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് യോഗി ആദിത്യനാഥ് ഒപ്പുവെച്ചതാണ്. സുരേഷ് പോയെന്ന് പരിശോധിക്കണം. ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പോലും ഭരണത്ത് വെച്ചിട്ടാണ് BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ UPയിലെ ഒരു വിമാനത്താവളം അടക്കം ഈ വിധത്തിൽ സ്വകാര്യവൽക്കരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിന് ഏറ്റവും വലിയ ആക്രാന്തം ആർക്കാണ് എന്നുള്ളത് BJPക്കാണ് അത്തരത്തിലുള്ള ആക്രാന്തം. അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ശ്രീ സമ്പത്ത്, വളരെ നന്ദി. ശ്രീ സമ്പത്ത്, ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ സുരേഷ്, മാത്യു കുഴൽനാടൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.